അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബുൽ മുഫ്രദിൽ മുത്തുനബിയിൽ നിന്ന് ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. കുല്ലു ദുനൂബിൻ യുഅഖിറുല്ലാഹു മിൻഹാ മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ. എല്ലാ ദോഷങ്ങളും അള്ളാഹു അതിന് പെട്ടെന്ന് ശിക്ഷ തന്ന് എന്ന് വരില്ല. ചിലപ്പോൾ അള്ളാഹു അത് പുറക്കപ്പെടും, ചിലപ്പോൾ അള്ളാഹു സാവധാനം ചെയ്യും. അതിന് പ്രായശ്ചിത എന്തെങ്കിലും ഖേദം അവനിൽ വരുമോ എന്ന് അങ്ങനെ അള്ളാഹു അതിന് താമസം ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ അതിന് പ്രതിഫലം അള്ളാഹു ആഖിറത്തിലായിരിക്കാം നൽകാം, ദുനിയാവിലൊന്നും നൽകില്ല. പക്ഷേ ഇല്ലൽ ബഗി, അക്രമം വൈകി, അതേപോലെ തന്നെ ഉഖൂഖുൽ വാലിദൈനി ഔ ഖതിയത്തുർ റഹ്മി, ഒരു 3 കാര്യങ്ങൾ മുത്തനബി പറയുന്നു. എന്താ പറഞ്ഞത്? എല്ലാ ദോഷങ്ങൾ, അതിൻ്റെ പാപത്തിൻ്റെ പ്രതിഫലം, അതിൻ്റെ ശിക്ഷകൾ അല്ലാഹു ചിലപ്പോൾ പിന്തിച്ചിട്ട് എന്ന് വരാം. പക്ഷേ 3 കാര്യങ്ങൾ ഒരിക്കലും ആഖിറത്തിലേക്ക് അല്ലാഹു ബന്ധിക്കില്ല. അതിൽ ഒന്നാണ് അക്രമെന്നുള്ളത്. നാം ആരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, ആരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും, ആരെ നാം എന്ത് നിസാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അള്ളാഹു ദുനിയാവിൽ തന്നെ നമ്മെ ശിക്ഷിക്കും. അതിനല്ലാഹു വെറുതെ വിടുകയില്ല. അതാണ് മുത്തനബി പറയുന്നു, യുഅ്ജലു ലിസ്വാഹിബിഹ. ഈ 3 കാര്യങ്ങൾ, ഒന്ന് അക്രമം, അതുപോലെ തന്നെ മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ, അതുപോലെ തന്നെ കുടുംബക്കാരെ വേദനിപ്പിച്ചവൻ. യുഅ്ജലു ലിസ്വാഹിബിഹ ഫിദ്ദുനിയ ഖബ്ലൽ മൗത്ത്. മരണത്തിന് മുമ്പ് അവനെ അല്ലാഹു ഇത്തരക്കാരല്ലാഹു ശിക്ഷിക്കുമെന്ന് മുത്തനബി നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കണം. ഇതിലെല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം തന്നെയാണ് അതേ അക്രമങ്ങൾ. അക്രമം ആരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ. വല്ലാത്തൊരു വാക്കാണ്. നാശമായ നാശമെല്ലാം ആർക്കുള്ളതാണ്? മനുഷ്യന്മാരെ വേദനിപ്പിച്ചവൻ, നിസ്സാരപ്പെടുത്തിയവൻ എന്നുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ടോ അവരുടെ അവയവങ്ങൾ കൊണ്ടോ എങ്ങനെയെല്ലാം ഒരു മുഅ്മിൻ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നാശമുണ്ട് എന്നും വലിയൊരു സൂചനയാണ് ഖുർആനും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ആരെയും വേദനിപ്പിക്കില്ല എന്നൊരു വലിയൊരു തീരുമാനം നമുക്കുണ്ടാകണം. പലപ്പോഴും മറ്റുള്ള ദോഷങ്ങളെ കൊണ്ട് നാം മറ്റുള്ള ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ദിവസം ഖേദം വന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ അതൊക്കെ പുറത്തപ്പെട്ടു എന്ന് വരാം. പക്ഷേ ഒരാളെ വേദനിപ്പിച്ചാൽ അത് വെറുതെ ആവൂലല്ലോ, അവന് ബേജാറായിട്ടുണ്ടാവൂലേ? ആ ബേജാറ് നമുക്ക് തിരിച്ചടിക്കില്ലേ? നമുക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ്, നമുക്ക് സ്ഥാനമുണ്ടെന്ന് പറഞ്ഞ് നാം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബക്കാരാവട്ടെ, നമ്മളെ അയൽവാസികളാകട്ടെ, നാമുമായി ബന്ധപ്പെട്ടവരാട്ടെ, ആരെയാണെങ്കിലും അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ തിരിച്ചടി, അതിൻ്റെ ശിക്ഷ തീർച്ചയായും മരണത്തിന് മുമ്പ് നാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം, എന്നെക്കൊണ്ട് ആരും ബേജാറാകാൻ പാടില്ല. ബേജാറാവുന്ന പ്രവൃത്തിയോ ചിന്തയോ എന്നിൽ നിന്ന് ഉണ്ടാകുകയില്ല എന്ന് നാം നിർബന്ധമായി നാം കരുതി വെക്കണം. അങ്ങനൊരു സ്വഭാവം നാം ശീലിച്ചു വെക്കണം. നാം അറിയാതെ തന്നെ എത്രയോ നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവർത്തികളിലൂടെ, നമ്മുടെ നോട്ടങ്ങളിലൂടെ എത്രയോ മുഅ്മിനീങ്ങളെ നാം വേദനിപ്പിക്കുന്നുണ്ട്. നാം ചിലപ്പോൾ പറയും നമ്മളാരും വേദനിപ്പിച്ചിട്ടില്ല, പക്ഷേ നാം അറിയാതെ തന്നെ നമ്മുടെ വാക്കിലൂടെയൊക്കെ എത്രയോ ആളെ നാം വേദനിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ എല്ലാം നാം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് വലിയ മാരകമായി അത് തിരിച്ചു വരുമെന്ന് ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ലൊരു ജീവിതം തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.